മധ്യ ബെയ്റൂട്ടിലെ ഇസ്രായേലിന്റെ കനത്ത ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. കരയുദ്ധത്തിന് പകരം വ്യോമാക്രമണം കടുപ്പിച്ച് ഇസ്രായേലിന് സൈന്യത്തിന് നേരെ 7 ആക്രമണങ്ങൾ നടത്തിയതായി ഹിസ്ബുള്ള. ഹസൻ നസ്രല്ലിയുടെ സംസ്കാരം നാളെ നടക്കും. കരയുദ്ധത്തിൽ 8 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് തെക്കൻ ലെബനനിൽ കരയുദ്ധം നിർത്തിവെച്ച് വ്യോമാക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. ആക്രമണത്തിൽ ഒരു ലെബനീസ് സൈനികൻ കൊല്ലപ്പെട്ടു. നാസ സെറ്റിൽമെന്റിലും റാമീം പട്ടാള ബാരക്കുകളിലും റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയതായി ഹിസ്ബുള്ള സ്ഥിരീകരിച്ചു. സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ നടന്ന ഇസ്രായേലി ആക്രമണത്തിൽ ഇറാൻ സൈന്യത്തിലെ ഒരു കൺസൾട്ടന്റ് കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഗസയിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 99 പേർ കൊല്ലപ്പെട്ടു. 169 പേർക്ക് പരിക്കേറ്റു. 3 മാസങ്ങൾക്ക് മുൻപ് നടന്ന വ്യോമാക്രമണത്തിൽ 3 മുതിർന്ന ഹമാസ് നേതാക്കളെ വധിച്ചുവെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. അതിനിടെ തെക്കൻ ലെബനനിലെ 25 സ്ഥലങ്ങളിൽ നിന്നും അടിയന്തരമായി ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സൈന്യം ജനങ്ങളോട് ആവശ്യപ്പെട്ടു. തെക്കൻ ലെബനനിലെ ഏറ്റവും വലിയ നഗരമായ നബാത്തിയും ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ട നഗരങ്ങളിൽ ഉൾപ്പെടുന്നു. അതിനിടെ പ്രതിരോധ വിഭാഗങ്ങളുടെ തലവന്മാരുമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചർച്ച നടത്തി. സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഇറാനിലേക്ക് യാത്ര ചെയ്യരുതെന്ന് വിവിധ രാജ്യങ്ങൾ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി. ഇന്റർനാഷണൽ ഡെസ്ക് 24.